ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ അവസാന അധ്യായമായ 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടു. ഭ്രമിച്ചു. അവനവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഇല്ല. അവനെ വെച്ച സ്ഥലം ഇതാ. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുവിൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറയുവിൻ എന്ന് പറഞ്ഞു. അവർക്ക് വിറയിലും ഭ്രമവും പിടിച്ചു. അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. പേടിച്ചുപോയി ഈ സ്ത്രീകൾ. വിശ്വാസത്തിൽ ചെന്നപ്പോൾ ദൂതനെ കാണുകയാണ്. അവൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയിൽ പോയി, അവിടെ ഒരു പേര് പറയുന്നുണ്ട്, പത്രോസിനോട് എന്ന് പറഞ്ഞേക്കണേ. ഇവരെല്ലാം മാറിപ്പോയതാ. ഗലീലയിൽ അവനുണ്ട്. പേടിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ ഉയർത്ത കർത്താവുണ്ട്. യേശുവും യേശുവിൻ്റെ പ്രസ്ഥാനവും യേശു ഉള്ളവനും ഉയർത്തെഴുന്നേൽക്കും. അവൻ ഈ ഭൂമിയിൽ മാത്രമല്ല, അവൻ്റെ ഉയർപ്പിൻ്റെ ശക്തി ഈ ഭൂമിയിൽ അവനെ പിടിച്ചു വെക്കുന്നതൊന്നും ഉണ്ടാകില്ല. ഞാൻ നിങ്ങൾ ഈ ഭൂമിയോടുള്ള പറ്റുമാനത്തിൽ നിന്നാൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു ക്രിസ്തുവിനെ പോലെ ജീവിച്ച് ഈ ഭൂമിയിൽ മരിച്ച് കർത്താവിന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്ന അവനായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസത്തിൽ ശക്തി നൽകട്ടെ. ഈ ഉയർപ്പിൻ്റെ ശക്തി നിങ്ങൾക്ക് നൽകട്ടെ. ഈ ഉയർപ്പിൻ്റെ ശക്തിയിൽ നമ്മൾ ജീവിക്കണം. അനുദിന ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ മുമ്പിൽ മരണമുണ്ട്, അപകടങ്ങളുണ്ട്, ശത്രുക്കളുണ്ട്, കൊലയാളികളുണ്ട്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള നല്ല ഉയർപ്പിൻ്റെ ശക്തി നമ്മുടെ മുമ്പിലുണ്ടായിരിക്കണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി അയച്ച് കർത്താവേ, ആ ഉയർപ്പിൻ്റെ ശക്തിയാൽ നിറച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമേ. ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ. ആരെല്ലാം ഇത് ക്ഷീണിച്ചും ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ, രോഗികൾ, ഡിപ്രഷനായിരിക്കുന്നവർ, മദ്യപാനികൾ, എപ്പേർപ്പെട്ടവർക്കും ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചു കൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.